ഡാൻസിന് മസ്റ്റായിട്ടും പോകണം. അവർക്ക് ഭയങ്കര 40 വയസ്സ് കഴിഞ്ഞാൽ അവർ ഡാൻസ്, ഭരതനാട്യം അവരെ നിയമാനും പഠിക്കാൻ അവർ പണ്ട് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കളരി പഠിക്കാൻ പോകണം, അവർ പോകണം. നമ്മൾ എന്താണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ്. സോ ദിസ് ഈസ് ദി ഓൺലി 1 hour യു ആർ ആക്ച്വലി ലുക്കിംഗ് ടു യുവർ ഇൻസൈഡ്. പക്ഷെ റെസ്റ്റ് ഓൾ ദ ടൈം എന്താണ്? ബാക്കിയുള്ള എല്ലാ പണികളും എന്താണ്? ഭൂരിപക്ഷം അമ്മമാരും രാവിലെ തന്നെ എണീറ്റൊരു സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും, വഴക്കായിരിക്കും. 2 പാത്രം കൂടെ കൂട്ടിച്ച് വഴക്കുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അവർ മൈൻഡ്ഫുള്ളിന് പകരം ഒരു കേഴ്സിങ് ദ മൈൻഡാണ്. ഹൈ BP ആയിരിക്കും. ചിലവർക്ക് വയറിൻ്റെ പ്രശ്നം ഉണ്ടാവും, BP-യുടെ പ്രശ്നം. ചിലവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, വയറിൻ്റെ പ്രശ്നം ഉണ്ടാവും. ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അങ്ങനെ ഇതിനൊക്കെ ഓരോ ഡയറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിനെയാണ് കസ്റ്റമൈസ്ഡ് ഡയറ്റ് ആട്ടുന്നത്. അത് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല. അതായത് വർക്ക് ആൻഡ് വർക്കൗട്ട് ഫോർ പെരിമെനോപോസ് എന്ന് പറയുന്നത്. അവർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ലതാണ്. കാരണം അവരുടെ ഈ വീട്ടിലിരുന്ന് അവർ കുറേ നെഗറ്റീവ് തോട്ട്സ് വരാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് അവർ ഓഫീസിൽ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബൊട്ടിക്ക് തുടങ്ങുമോ, അല്ലെങ്കിൽ അവർ എന്തിൻ്റെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങുമോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കാലഘട്ടമാണ് ഈ 40 എന്ന് പറയുന്നത്. കാരണം അവരുടെ കുട്ടികളൊക്കെ ഒന്ന് സെറ്റിലായി, കരയുന്ന കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു 40 കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്, പിന്നെ കുറച്ചൊരു വർക്കൗട്ട് ചെയ്യുക, കുറച്ചൊരു സോഷ്യലൈസേഷൻ ചെയ്യുക, എന്ന് പറഞ്ഞാൽ 1 of the ബെസ്റ്റ് ടൈമാണ് 40 എന്ന് പറയുന്നത്. 40 കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ. ഈ ജോലിക്ക് പോകുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ പോലും തൊഴിലുറപ്പിന് പോകാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ ചേച്ചി എപ്പോഴും പറയും, അമ്മയ്ക്ക് അത്യാവശ്യം വണ്ണമുണ്ട്, തൈറോയിഡിൻ്റെ വിഷയം ഉണ്ടായിട്ട് വണ്ണമുണ്ട്. അപ്പോൾ ചേച്ചി പറയും, അമ്മ എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ഈ നമുക്കറിയാം പ്രായമാകുമ്പോൾ തേയ്മാനമുണ്ട്, വെരിക്കോസ് വെയിനുണ്ട്. അപ്പോൾ അമ്മ എക്സസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം പറയും, ഇത്രയും ജോലിക്ക് പോകുന്ന ഞാൻ ഇതിനെ എക്സസൈസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതെനിക്ക് കറക്റ്റായിട്ടൊന്ന് പറയാൻ, അവർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് വെച്ചാൽ ഈ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കുക, നമ്മൾ രാവിലെയുള്ള പണികളൊക്കെ അമ്മ ഭയങ്കര സന്തോഷമായിട്ടാണോ ചെയ്യണതെന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മ ഇപ്പോൾ ദോശ ഇടുന്നത് വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നു, പാത്രം കഴുകുന്നത് വളരെ സന്തോഷമാണെങ്കിൽ അമ്മയ്ക്ക് വേറെ വർക്കൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ ഒരു പണികളായിട്ടാണ് നമ്മുടെ ശരീരം നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചത്, ആർക്കോ വേണ്ടി ചെയ്യുന്ന പണികൾ. പക്ഷെ നമ്മൾ യോഗ മാറ്റിലോ ജിമ്മിലോ, ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ എക്സസൈസിനെയും സപ്പോർട്ട് ചെയ്യും, ജിമ്മ് മാത്രമല്ല. ജിമ്മ് കുറച്ച് വേണം, ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെങ്തനിങ് ഡംബൽസ് ഒക്കെ വെച്ചിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് വേണം, അത് കുറച്ച് ഇത് വേണം. പക്ഷെ കാർഡിയോ ചെയ്യാൻ ഞാൻ അധികം ഇത് പറയാറില്ല. രണ്ടാമത്തെ കാര്യം, ഡാൻസ് ഇഷ്ടപ്പെട്ടവർ ഡാൻസിന് മസ്റ്റായിട്ടും പോകണം. അവർക്ക് ഭയങ്കര 40 വയസ്സ് കഴിഞ്ഞാൽ അവർ ഡാൻസ്, ഭരതനാട്യം അവരെ നിയമാനും പഠിക്കാൻ അവർ പണ്ട് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കളരി പഠിക്കാൻ പോകും, അവർ പോകണം. അപ്പോൾ അവരുടെ എല്ലാം ഇതൊക്കെ സ്ട്രോങ് ആവും. അവർ ചിലപ്പോൾ പണ്ടത്തെക്കാലം അടിപൊളിയായിട്ട് ചിലപ്പോൾ ഇപ്പോൾ ചെയ്യും. അതേപോലെ തന്നെ അമ്മയുടെ കാര്യത്തിൽ, അമ്മയും അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള യോഗ എക്സസൈസ് ആ 1 hour മാറ്റിൽ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന് കാണുന്നത് അപ്പോഴാണ്. ഇപ്പം ഇവരെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവർ മൈൻഡ്ഫുൾ അല്ല. അവർ ചിലപ്പോൾ ആ പാത്രം കഴിയുന്ന ഇത് എങ്ങനെയെങ്കിലും ഈ സാധനമൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ എന്നല്ലേ അവർ ചിന്തിക്കുക. അതേസമയം നമ്മളൊരു മാറ്റിലിരുന്നിട്ട് ഒരു സ്ട്രെച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ കാലുമേ പിടിക്കുമ്പോഴും കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് കാലിലൊക്കെ എത്താൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ കാലിൻ്റെ മസിലുകൾ, പേശികൾ ഏതൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു മൂക്കിലൂടെ ശ്വാസം വിടണം, എൻ്റെ ഈ മൂക്കിന് എന്തൊരു ബ്ലോക്ക് ഉണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് ശ്വാസം വിടണം. നമ്മൾ എന്താണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ്. സോ ദിസ് ഈസ് ദി ഓൺലി 1 hour യു ആർ ആക്ച്വലി ലുക്കിംഗ് ടു യുവർ ഇൻസൈഡ്. പക്ഷേ റെസ്റ്റ് ഓൾ ദ ടൈം എന്താണ്? ബാക്കിയുള്ള എല്ലാ പണികളും എന്താണ്? പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അവരത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, തുടയ്ക്കുന്നത്, ഇരുന്ന് തുടയ്ക്കുന്നത് സ്ത്രീകളുടെ പെൽവിക് ഹെൽത്തിനും തൊടയുടെ സ്ട്രെങ്ത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അവർക്ക് നല്ല ലെഗ് സ്ട്രെങ്ത് കിട്ടും. അത് അവരുടെ ഹിപ്പിൻ്റെ ഇതുകൊണ്ട് അവർക്ക് പീരീഡ്സും അതുപോലെ തന്നെ PCOD, ഫൈബ്രോയിഡിനൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശരിക്കും ഇരുന്ന് നന്നായിട്ട് പണ്ടത്തെ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്നത് നല്ലതാണ്. അടിച്ചു വാരുന്നതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്താണോ ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പം മുറ്റമടിക്കുക, തുടയ്ക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ സെർവൻ്റ് ഇല്ല, ഞാൻ തന്നെയാണ് തുടയ്ക്കുന്നതും അടിക്കുന്നത്. കാരണം ഞാൻ അതിനെ ഒരു വർക്കൗട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തേ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരു വേർത്ത് കുളിച്ച് എനിക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ആ ദിവസം ഞാൻ യോഗ ചെയ്യില്ല.
ഭൂരിപക്ഷം അമ്മമാരും രാവിലെ തന്നെ എണീറ്റൊരു സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും, സ്ട്രെസ്സാണ്. വഴക്കായിരിക്കും, 2 പാത്രം കൂടെ കൂട്ടി മുട്ടിച്ച് വഴക്കുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അവർ മൈൻഡ്ഫുള്ളിന് പകരം ഒരു കേഴ്സിങ് ദ മൈൻഡാണ്. അതായത് അവർ പ്രാഗിയാണ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് പറ്റും, ഇരട്ടി ദോഷമാണ് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ അമ്മമാരുടെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇവരുടെ ആഹാരം. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് സെക്ടർ ഏതാണെന്നറിയോ? 60+ ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ളവരെ നോക്കാനാണ് ഏറ്റവും ഡയറ്റിൽ പ്രശ്നം. എനിക്ക് മാം പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അമ്മമാരാണ് വീട്ടിൽ അവസാന ആഹാരം കഴിക്കുന്നത്. അതെ, വേസ്റ്റ് ഈറ്റേഴ്സ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വേസ്റ്റ് ആ കൊച്ചിൻ്റെ പാത്രത്തിലുള്ള അത് കളയേണ്ട, ഞാൻ കഴിച്ചോളാം. അതേപോലെ തന്നെ ഈ അമ്മ കഴിക്കേണ്ട ചിലപ്പോൾ വല്ല സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും ബാക്കിയത്തെ സാധനങ്ങൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഞാനൊന്നും വെക്കാൻ പോകുന്നില്ല, ഇവരുടെയൊക്കെ ബാക്കിയുണ്ടല്ലോ, ഇത് ഞാൻ കഴിച്ചോളാം. അതുകൊണ്ട് എല്ലാ വീട്ടിലെയും വേസ്റ്റ് പോകുന്നത് ഈ അമ്മയുടെ വയറ്റിലേക്ക്. ഈ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഡയബറ്റീസ് വരും, കൊളസ്ട്രോൾ വരും, BP വരും. എന്നിട്ടും ആരും ഈ അമ്മയെ ശ്രദ്ധിക്കില്ല. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ആരും നോക്കില്ല. വീണ്ടും അമ്മ ഇങ്ങനെ പണി ചെയ്ത് ആ അമ്മയുടെ കാലം കഴിഞ്ഞ് ആ അമ്മ ഇല്ലാണ്ടായി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ അമ്മ എന്തായിരുന്നു ചെയ്തതെന്ന്. പിന്നീടാണ് നമ്മൾ ഈ ഗിൽറ്റ് അടിക്കാതെ ഈ അമ്മയുടെ ആരോഗ്യം നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മയെ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ കൊണ്ടു ചേർക്കുക, ഇതൊക്കെയാണ് നമുക്കൊരു മക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും സന്തോഷം. അവരായിട്ട് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ ചെയ്യിപ്പിച്ച് ജിമ്മിൽ വിടണം, അല്ലെങ്കിൽ ഡാൻസിന് വിടണം, അല്ലെങ്കിൽ യോഗയ്ക്ക് വിടണം. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷേ ഈ നാട്ടിൻപുറങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും. ഓൺലൈനിൽ ഇപ്പം എന്താ കിട്ടാത്തത്? ഞാൻ പറയണത് ബെറ്റർ ദാൻ നത്തിങ്. നമ്മൾക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ, ഇപ്പം എൻ്റെ തന്നെ ചാരിറ്റി യോഗ പോകുന്നുണ്ട്. അതായത് നമ്മൾ പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഇതുണ്ട്. എത്രയോ ആൾക്കാർ, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര ആൾക്കാർ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്നുണ്ട്. വളരെ മിനിമലായിട്ടൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നമ്മൾ അതിനകത്ത് എടുക്കുന്നുള്ളൂ. അവർ നല്ല രീതിയിൽ അവരത് ചെയ്തു പോകുന്നുണ്ട്. അപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഈ കേരളത്തിൽ വരരുതെന്ന് വിചാരിച്ചിട്ട്, കേരളത്തിൽ നിന്നല്ല, നമുക്കിപ്പോൾ ഗൾഫിൽ നിന്ന് പോലും ആൾക്കാർ, പുറത്തുനിന്നുള്ളവരൊക്കെ നമുക്ക് 300 രൂപയുടെ രജിസ്ട്രേഷനാണ്. 100 രൂപയുള്ളൂ ഒരു മാസം. അത് ആർക്കാണ് ഇപ്പോഴത്തെ കാലത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തത്? ആ രീതിയിലുള്ള സർവീസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അസുഖ സംബന്ധമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമ്മയ്ക്ക് കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം ആളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് ഓക്കെ ആയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഗ്രൂപ്പ് ക്ലാസ്സിലേക്ക് അവർ എലിജിബിൾ ആവുന്നുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു ബോഡിയിൽ സഡൻ ഷോക്ക് അവർക്ക് കൊടുക്കരുത്. അപ്പോൾ ഇതേ കൂട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഡയറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരുടെ ഡയറ്റ് എങ്ങനെയാണ് അവർ നോക്കേണ്ടത്? നമുക്ക് അതാണ് പറയണത്. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ആയിരിക്കും, ചില അമ്മമാർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരായാലും ഏത് വ്യക്തികളാണെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ കണ്ടീഷനായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് ഹൈ BP ആയിരിക്കും, ചിലവർക്ക് വയറിൻ്റെ പ്രശ്നം ഉണ്ടാവും, BPയുടെ പ്രശ്നമുണ്ടാവും, ചിലവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും, വയറിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അങ്ങനെ ഇതിനൊക്കെ ഓരോ ഡയറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് കസ്റ്റമൈസ്ഡ് ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾക്കത് അവരുടെ ദിനചര്യകൾ നോക്കി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന, നമുക്കറിയാം കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ വിഭാഗമുണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മളുടെ അവർ ഏറ്റവും കൂടുതൽ ചപ്പാത്തി കഴിക്കുന്നവർ, അവർ ഉച്ചയ്ക്ക് ചോറല്ല കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ആ രീതിയിൽ അവരുടെ ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ഡയറ്റ് ചാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമല്ല, ഈ പറഞ്ഞ കണ്ടീഷന് ഒരു ഡയറ്റ് ചാർട്ട് എന്നായിരിക്കും. ഇപ്പം GERD എന്ന് പറയുന്ന, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ, ആസിഡ് റിഫ്ലക്സ്, ഇതിനെ നമ്മൾ GERD നിക്കൽ ഫ്രീ ഡയറ്റ് എന്ന് പറയും. അതേസമയം അവരുടെ ശരീരത്തിൽ ഒത്തിരി പെരുകി ഫംഗസ് കിടന്ന് അവരുടെ ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിലാണ്, ഏത് സമയം അലർജി ഉണ്ട്, ചുണങ്ങുണ്ട്, ഇത് പറയുന്ന സിഫോ ഡയറ്റ് എന്ന് പറയും. ഒരു സ്ത്രീക്ക് ഭയങ്കര മാസമുറയിലുള്ള പ്രശ്നങ്ങളാണ്, അവർക്ക് ഹോർമോണൽ അനീമിയ ചാർട്ടായിരിക്കും. ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ്, പിന്നെ ഗട്ട് ഫ്രണ്ട്ലി ഡയറ്റ് ആയിരിക്കും. ഒരു പ്രായമായ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ മെഡിസിൻസ് കഴിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഡയബറ്റിക്, ഹൈപ്പർ കൊളസ്ട്രീമിയ, പിന്നെ ഗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എഴുതി കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാഫ് അതിനനുസരിച്ചുള്ള ഡയറ്റ് തയ്യാറാക്കുന്നത്. എന്താണെങ്കിലും ഡയറ്റ് വേണ്ടുന്ന ആളുകൾ, പ്രത്യേകമായിട്ട് വേണ്ടുന്ന ആളുകളുണ്ടെങ്കിൽ മാമിൻ്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് NLP. ഇപ്പോൾ മാമിൻ്റെ ഇപ്പോൾ യോഗയാണെങ്കിലും ഇപ്പോൾ ഡയറ്റ് ആണെങ്കിലും അതേപോലെ നാച്ചുറോപ്പതി ആണെങ്കിലും ഇതിലെല്ലാം കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് NLP എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് NLP കണക്ട് ചെയ്യുന്നത്?
ഞാൻ ആക്ച്വലി അതൊരു ആഡ് ഓൺ ആയിട്ടാണ്. ഇപ്പോൾ NLP മാത്രമല്ല, ഞാനൊരു സൗണ്ട് ഹീലിംഗ് ചെയ്യാനായിട്ട് ഞാൻ മറ്റേ നമ്മുടെ ബാലിയിൽ പോയിട്ടുണ്ട്. ഏരിയൽ യോഗ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് ഋഷികേശിൽ പോയിട്ടുണ്ട്. അസസ് ബാർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ഹൈദരാബാദിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ കോഴ്സുകൾ പഠിക്കുന്നത് ഏതാണ് എൻ്റെ ക്ലയൻറ്റിൻ്റെ നീഡ് എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സൗണ്ട് ഹീലിംഗ് നമ്മളുടെ യോഗയിലേക്ക് ഒരു ആഡ് ഓൺ ഫാക്ടർ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതേപോലെയാണ് ഈ NLP എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, അതൊരു വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, രാഹുലിനൊരു പ്രശ്നം, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, രാഹുലിനത് മറക്കാനേ പറ്റുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? രോഹിത് രാഹുലിനോട് പറഞ്ഞൊരു ഡയലോഗ്, ആ ഡയലോഗ് ഇങ്ങനെ ചെവിയിൽ കിടന്ന് ഇങ്ങനെ ഇത് ചെയ്തിട്ട് രാഹുലിന് ഇത് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാഹുൽ ഒരു സൈക്യാട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ യോഗ ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് വന്നു, അല്ലെങ്കിൽ വേറെ പല ഡോക്ടേഴ്സിനെയും കണ്ടു, രാഹുലിന് പല മരുന്നുകളും കഴിച്ചു, യോഗ ചെയ്തു. പക്ഷേ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും രാഹുലിൻ്റെ മനസ്സിൽ ആ ഡയലോഗ് വരുന്നുണ്ട്. ഈ ഡയലോഗിനെ മറക്കാൻ രാഹുലിന് പറ്റുന്നില്ല. അപ്പം നമ്മൾ അവിടെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളെയാണ്, അവിടെ മൈൻഡ് സെറ്റാണ് മാറ്റുന്നത്. മൈൻഡ് സെറ്റ് മാറ്റി ഒരു മനുഷ്യൻ്റെ സക്സസ് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ട്രെയിനിങ്ങോ കോഴ്സോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഈ പ്രേക്ഷകരോട് പറഞ്ഞിട്ട്, കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ഇത് പഠിപ്പിക്കാമോ പഠിക്കാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ കോഴ്സുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള എവിടെയെങ്കിലും കേന്ദ്രങ്ങളുണ്ടാവും. ഞാൻ പഠിച്ചത് കേരളത്തിൽ തന്നെയാണ്, തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതൊരു 7 ദിവസത്തെ കോഴ്സ്, അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ആ പഠിച്ചത് എങ്ങനെ എൻ്റെ യോഗയിൽ പ്രാക്ടിക്കലാക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ പേഷ്യൻറ്റിന് പലരും അബ്യൂസ് ചെയ്യപ്പെട്ട ലേഡീസ് വരാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കസിൻസിൽ നിന്ന് മോശമായ, അല്ലെങ്കിൽ ചില അമ്മാവനിൽ നിന്ന് വന്ന, ഫോർ എക്സാമ്പിൾ ആണുങ്ങൾക്കും അവർക്ക് ചെറുപ്പത്തിൽ അവരെ ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം അവരുടെ സെക്ഷൽ ലൈഫ് വളരെ മോശമാവുന്നത്, അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളാണെങ്കിൽ അവർ ആരെങ്കിലും അവരെ മിസ്യൂസ് ചെയ്യപ്പെട്ടതോ, അല്ലെങ്കിൽ അവർ ബുള്ളിങ് ചെയ്ത് അത് അവർക്ക് മറക്കാൻ, അങ്ങനെ കുറേ ഭയങ്കര എക്സ്ട്രീം കേസുകളുണ്ടല്ലോ. ഈ കേസുകളെ ഒന്നും യോഗ കൊണ്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് NLP എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ സപ്രഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും ബെസ്റ്റ് വേ ആണ് NLP. അതായത് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ അത് സാരമില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം. അവരെ സംബന്ധിച്ച് അവർക്ക് അതായിരിക്കും ഏറ്റവും വലിയ ഫുൾ ടൈം അതായത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഏത് സമയവും ഈ ഫിയർ ഫാക്ടറാണ്. ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് വളരെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്, ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പേടിയാണ്. അപ്പോൾ ആ ഭർത്താവിനെ മാറ്റാൻ അവർക്ക് പറ്റില്ല. ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ അവരുടെ ബോസിനെ മാറ്റാൻ അവർക്ക് പറ്റില്ല, പക്ഷെ ആ ജോലി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക, ഇവർ അപ്ലിഫ്റ്റഡ് ആവുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുക. എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി കരഞ്ഞ് വളരെ ഇതായിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പേഷ്യൻസ് ഉണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും പറയും, എനിക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിനെ ഒന്ന് മാറ്റാനോ വീട്ടിൽ വരാനോ എനിക്ക് പറ്റില്ല. എനിക്ക് എന്താക്കാൻ പറ്റും? നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റും, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ എനിക്ക് മാറ്റാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ പ്രോബ്ലം അല്ല രാഹുലിൻ്റെ പ്രോബ്ലം, രാഹുലിൻ്റെ പ്രോബ്ലം അല്ല എൻ്റെ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം. എവ്രി വൺ ഈസ് ഹാവിങ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളത് ആൻസർ ചെയ്ത് പറ്റുള്ളൂ. നിങ്ങൾ 40 മാർക്ക് കിട്ടിയിട്ടാണോ, അതെയോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടാണോ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് എന്താക്കാൻ പറ്റും? അവരെ പാസ്സാക്കാൻ പറ്റും. പിന്നെ ഫർദർ പോകുന്നത് അവരുടെ. അപ്പോൾ ആ മൈൻഡ് സെറ്റിനെ അവർക്ക് എങ്ങനെ സ്ട്രോങ് ആക്കാം, അവരുടെ മൈൻഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളത് എനിക്ക് NLP കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും.